കയ്യിലൊരു ചെറിയൊരു വരുമാനം ഉണ്ടാവാൻ തക്കവണ്ണം ഒരു തൊഴിൽ ഇത് ഉണ്ടാവുകയും ഞങ്ങളെ ആവശ്യങ്ങൾ അതിൽ നടക്കുകയും ഇപ്പം ഞങ്ങൾ കുടുംബനാഥൻ തന്നെ കൊണ്ടുവന്ന് നമുക്കൊരു കാര്യം ചെയ്യണമെന്നുള്ള ആ അവസ്ഥയല്ല. ഇപ്പം ഞങ്ങളുടെ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കുവാനും അങ്ങനെ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. എല്ലാ അയൽക്കൂട്ടങ്ങളെയും ബാങ്കുമായിട്ട് ലിങ്കേജ് ലോണുമായിട്ട് ബന്ധപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിന് നമ്മുടെ കുടുംബശ്രീ അംഗങ്ങളെല്ലാവരും, അതുപോലെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളെല്ലാവരും, നമ്മുടെ മെമ്പർമാരെല്ലാവരും ഇവിടെയും പൂർണ്ണമായ ഒരു സഹകരണം ഇതിലുണ്ടായിരുന്നു. അയൽക്കൂട്ടങ്ങളുടെ വർഷാവർഷമുള്ള കണക്കുകൾ പരിശോധിക്കുകയും അംഗങ്ങളുടെ പാസ്ബുക്കുകൾ പരിശോധിച്ച് സാമ്പത്തിക രജിസ്റ്റർ പരിശോധിച്ച് സംഘത്തിൻ്റെ മിനിറ്റ്സും പരിശോധിച്ച് ഓഡിറ്റിംഗ് നടത്തി റിപ്പോർട്ടുകൾ തയ്യാറാക്കി രേഖാമൂലം സീലടിച്ച് നൽകുന്നു. ഇത് അയൽക്കൂട്ട അംഗങ്ങൾക്ക് ബാങ്കുകളിൽ ലോൺ എടുക്കാൻ പോകുന്നതിനും അയൽക്കൂട്ടത്തിൻ്റെ പ്രവർത്തനം വിലയിരുത്തുന്നതിന് CDSലെ ചുമതലപ്പെട്ട ഭാരവാഹികളെ കാണിക്കുന്നതിനും വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്നു. ഗ്രൂപ്പിൻ്റെ പേര് അക്ഷയ. 2.5 ഏക്കർ കപ്പ പറിച്ച് വിറ്റ് ഈ നാട്ടിലുള്ള സർവ്വരും വാങ്ങിച്ച കപ്പ ഒരാഴ്ച കൊണ്ട് തന്നെ ഈ കപ്പ തീർന്നു. ഒരു കൃഷി കൊണ്ട് തന്നെ ദാരിദ്ര്യം മാറാനുള്ള പൈസയാണേലും മനുഷ്യൻ്റെ പട്ടിണിക്കേടും കുറേ മാറി. എൻ്റെ കുടുംബം എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവ് ചെത്ത് തൊഴിലാളിയാണ്. എനിക്ക് 2 പെൺകുട്ടികളാണുള്ളത്. ഒരു മോള് നഴ്സിങ്ങിന് പഠിക്കുന്നു, ഒരാൾ +2 പഠിക്കുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ മുഖ്യ വരുമാനം ഈ ആട് വളർത്തലാണ്. എൻ്റെ മോളെ പഠിപ്പിന് 1 ലക്ഷം റുപ്യ ഒരു വർഷമാവും. അപ്പോൾ അത് ഞാൻ ഈ വരുമാന മാർഗത്തിൽ നിന്നാണ് കണ്ടെത്തുന്നത്. ഞാൻ അർപ്പിത കുടുംബശ്രീയിലെ അംഗമാണ്. കുടുംബശ്രീയിലുള്ള ആട് ഗ്രാമ പദ്ധതിയിലൂടെയാണ് ആട് വളർത്തലിൽ ഏർപ്പെട്ടിന്. അപ്പോൾ ഞാൻ ആദ്യം എടുക്കും 4 ആടിനെയാണ് ആദ്യം വാങ്ങിയത്. ഇപ്പം 30ഓളം ആടുണ്ട്. ഞാൻ ഒരു 10-100 ആടിനെ വിറ്റിട്ടുണ്ടാവും. എനിക്കിപ്പോൾ ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഹരിയാനയിൽ പോയിട്ടാണ് ഞാൻ അവാർഡ് വാങ്ങിയിട്ടുള്ളത്. 10,000 രൂപയും സർട്ടിഫിക്കറ്റുമാണ് കിട്ടിയിട്ടുള്ളത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് മേസന്മാരുടെ വർക്കുണ്ട്, അതിന് പോകാമോ എന്ന് വെച്ചപ്പോൾ ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പണി ചെയ്ത് 3 മാസത്തെ കോഴ്സ് പൂർത്തിയാക്കി വളരെ വിജയം ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു. 30 പേരെ 6 ഗ്രൂപ്പാക്കി. ഞങ്ങൾ 4 പേര് ഒരു ഗ്രൂപ്പ്. അപ്പം ഞങ്ങൾ 4 പേര് കൂടി ആരെങ്കിലും ഒരാൾക്ക് വർക്ക് കിട്ടിയാൽ അത് 4 പേരും കൂടി ചെയ്യണം. പിന്നെ വലിയ വർക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടില്ല. അപ്പം ഞങ്ങൾ ചെറിയ വർക്കുകൾ ചെയ്ത് വലിയ വർക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് ചെയ്യുമെന്ന് നല്ല പ്രതീക്ഷയുണ്ട്. കാരണം വീടൊക്കെ ഞങ്ങൾ ചെയ്യാൻ കഴിയും. എൻ്റെ വീട്ടിൽ 3 ആങ്ങളന്മാരും ഒരു അനിയത്തിയാണ് ഉള്ളത്. അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ച്. അമ്മ ഒരു പാവാണ്, ഒന്നിനും പറ്റില്ല. അപ്പം ഞാൻ എൻ്റെ ഭാവി അങ്ങോട്ട് മാറ്റി വെച്ച് എൻ്റെ അനിയത്തിനെ എൻ്റെ 3 ആങ്ങളന്മാരെ നോക്കി, കല്ല് വേറിയിട്ടും മണ്ണ് വേറിയിട്ടൊക്കെ നോക്കി വീട്ടു ജോലിക്ക് അടക്കം പോയിട്ടുണ്ട്. ഇന്ന് അതിനൊക്കെയുള്ള സുഖം കിട്ടുന്നുണ്ട് കേട്ടോ. സ്വന്തമായിട്ട് 4 സെൻറ്റ് സ്ഥലം വാങ്ങി വീട് വെച്ചിട്ടുണ്ട്. പണി തീർന്നിട്ടില്ല. 2.5 ലക്ഷം റുപ്യേൻ്റെ പണി വീട്ടിന് എടുപ്പിച്ചിട്ടുണ്ട്. അത് ഇതിൽ കൂടിയതിൻ്റെ ശേഷമാണ് വീടിൻ്റെ പണി തുടങ്ങിയത്. പിന്നെ കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ടാക്കി. ഞങ്ങൾക്ക് സീറോ വേസ്റ്റ് കോവളം പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് പ്ലാസ്റ്റിക്കിനെതിരായിട്ട് പേപ്പറിൽ നമ്മൾ ഉപയോഗിച്ചിട്ട് വലിച്ചെറിയുന്ന പേപ്പറിൽ എന്തൊക്കെ പ്രോഡക്റ്റുകൾ ചെയ്യാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി സീറോ വേസ്റ്റ് കോവളം പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ട്രെയിനിങ്ങിൽ 200 പേരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സംരംഭത്തിലെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള താല്പര്യത്തോടു കൂടി മുന്നോട്ട് വന്നവരാണ് ഈ 13 പേരായിട്ട് നമ്മൾ 2003 ജാനുവരി 1 സ്റ്റാർട്ട് ചെയ്തത്. 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും കുടുംബശ്രീ ഓഫീസിൽ നിന്നും നമുക്ക് ജില്ലാ മിഷനിൽ നിന്ന് 1 ലക്ഷം രൂപ സബ്സിഡി കിട്ടി. ബാങ്കിൽ നിന്ന് 1 ലക്ഷം രൂപ കിട്ടി. അങ്ങനെ 2 ലക്ഷം രൂപയായിട്ടാണ് ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോയത്. ഇപ്പോൾ 2 ലക്ഷം രൂപയും ഞങ്ങൾ 3 വർഷം തികയുന്നതിന് മുന്നേ തന്നെ അടച്ചു തീർത്തു. പിന്നെ ഇപ്പോൾ RF നമുക്ക് 20,000 രൂപ കിട്ടി. അതും നമുക്കൊരു വൻ നേട്ടമായിട്ടാണ്. വീട്ടമ്മമാർക്ക് വ്യത്യസ്തമായ ഒരു തൊഴിൽ മേഖല എന്ന ആശയവുമായിട്ട് അന്ന് പഞ്ചായത്ത് അംഗമായിരുന്ന T. ശിവദാസൻ സാറാണ് ഈ ആശയം കൊണ്ടുവന്നത്. ഉപഭോക്താക്കളുടെ കയ്യിൽ നേരിട്ട് എത്തിക്കുക എന്നൊരു സമ്പ്രദായമാണ് ചെയ്യുന്നത്. ആഴ്ചയിൽ 3 ദിവസമാണ് ഞങ്ങൾ വർക്ക് എടുക്കുന്നത്. ഞങ്ങൾ തന്നെ ഉണ്ടാക്കുകയും ഞങ്ങൾ തന്നെ
വിപണനം നടത്തുകയാണ് ചെയ്യുന്നത്. ഒരു 23 കുടുംബശ്രീ വനിതകൾ മറ്റ് ജില്ലകളിൽ നിന്നും മറ്റ് പഞ്ചായത്തുകളിൽ നിന്നും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് 5 വർഷം കൊണ്ട് അടച്ചു തീർക്കേണ്ട വായ്പ 3.5 വർഷം കൊണ്ട് തന്നെ ഞങ്ങൾ അടച്ചു തീർത്ത് സംരംഭം ഞങ്ങളുടെ സ്വന്തമാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടമായിട്ട് ഞങ്ങൾ കാണുന്നത്. 1999 സെപ്റ്റംബർ 15-ാം തീയതിയാണ് ഞങ്ങളിത് തുടങ്ങിയത്. അപ്പം അന്ന് ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ 5 കമ്പ്യൂട്ടറും അപ്പം അതിന് വേണ്ടുന്ന ഇതും വെച്ച് കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ ഓഫീസിൻ്റെ താഴെ ഓരോരുത്തരുടെ കയ്യിൽ നിന്നായിട്ട് 1500 രൂപ, അതാണ് ഞങ്ങളുടെ മുടക്കെന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ലോണാണ്. കൂടുതലും ഗവൺമെൻറ് വർക്കുകളാണ്. കുടുംബശ്രീയാണ് ഞങ്ങൾക്ക് കൂടുതൽ ഈ വർക്ക് തരുന്നത്. പിന്നെ അല്ലാതെ കുറേശ്ശെ പ്രൈവറ്റ് വർക്കുകളും കിട്ടുന്നുണ്ട്. 2 ഷിഫ്റ്റിലായിട്ട് 60ഓളം പേർക്ക് നമുക്ക് ജോലി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റി. ഇവിടെ പ്രായമായ എൻ്റെ അച്ഛന് 90 വയസ്സായി. പിന്നെ വയ്യാത്ത ഒരു അനിയനും ഉണ്ട്. ഞങ്ങൾ 3 പെണ്ണുങ്ങളേ ഉള്ളൂ. ഇവിടെ ആശ്രയായി സുമയെന്ന് പറയുന്ന ഒരാൾ ഇവിടെ എന്നും വരുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ അച്ചായനുള്ള ഭക്ഷണങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ആശ്രയായിന്ന് കിട്ടും. അങ്ങനെ ഞങ്ങൾ ഇവിടെ നേരത്തെ ഇവരിവിടെ തന്നെ താമസിക്കുമ്പോൾ 2 കുഞ്ഞു മുറിയും ഒരു കുഞ്ഞൊരടുക്കളയും മാത്രമേ ഉള്ളായിരുന്നു. അത് ഈ ആശ്രയായി നിന്നും പഞ്ചായത്തിൽ നിന്നും കൂടെ പെരയ്ക്ക് ഇത്രയൊക്കെ കിട്ടി അവർ തന്നെ വന്ന് പണിത് കൊടുക്കുമായിരുന്നു. പിന്നെ ഇച്ചാനും മരുന്നിനാണെങ്കിലും ഭക്ഷണത്തിൻ്റെ ഒത്തിരി പൈസ വേണം. അപ്പം അതിൽ നിന്ന് ആശ്രയായി നിന്ന് കിട്ടുന്നുണ്ട്. ഇതെൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛൻ, ഇതെൻ്റെ അമ്മ. എൻ്റെ ശാന്തമ്മീനാണ് പേര്. സഹോദരന്മാരെല്ലാം താമസിക്കുകയാണ്. ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഈ വെള്ളത്തിനാണ് താഴെ താമസിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞാണ് എനിക്ക് വീട് അനുവദിച്ചത്. എൻ്റെ അയൽക്കൂട്ടംകാരും എൻ്റെ മെമ്പറും എല്ലാവരും കൂടി എന്നെ സഹായിച്ചത്. ഭയങ്കര ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ വെള്ളത്തിനകത്ത് 4 കൊല്ലം ഞാൻ താമസിച്ചു. ഒത്തിരി കൊല്ലം ഞാൻ താമസിച്ചു. ഭയങ്കര ബുദ്ധിമുട്ടിലുള്ള ജീവിതമായിരുന്നു എനിക്ക്. എല്ലാവരും കൂടി എന്നെ സഹായിച്ചു തന്നെ. എൻ്റെ മോള് ജനിച്ച 1 വയസ്സാകുമ്പോൾ എൻ്റെ കുട്ടി ഇങ്ങനെയാണെന്ന് ഞാൻ അറിഞ്ഞത്. ഒരുപാട് വിഷമമുണ്ടായിരുന്നു. എൻ്റെ കുട്ടിയെ ആരും കാണാതെ പോലെ ഞാനും എൻ്റെ മോളും കഴിയേണ്ടി വരുമോ എന്നുള്ള ചിന്ത പോലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മോൾക്ക് 8 വയസ്സാകുമ്പോഴാണ് ഞാൻ ഈ പെരിയ ഹോസ്പിറ്റലിൽ വരാനും ഈ സ്കൂൾ ഇവിടെ കാണാനും സാധ്യമായത്. അങ്ങനെ ഞാൻ സ്കൂളിലേക്ക് വന്നു. പ്രിൻസിപ്പാളുമായി സംസാരിച്ചു. എൻ്റെ മോൾക്ക് ഭക്ഷണം വാരി കഴിക്കാനോ കക്കൂസിൽ പോകുന്ന ഒരു കാര്യം അറിയില്ലായിരുന്നു. അപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു, ഒന്നുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, കുട്ടിയെ ഇവിടെ ചേർത്ത് കഴിഞ്ഞാൽ കുട്ടിയെല്ലാം ശരിയാവും എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മോളെ ഞാൻ ഇവിടെ സ്കൂൾ ചേർത്തു. 2 വർഷത്തിലധികമായി ഇപ്പോൾ ഇവിടെ വരികയാണ്. ഇവിടെ വരാനും തുടങ്ങിയതിന് ശേഷം മോൾക്ക് നല്ല മാറ്റമുണ്ട്. ഓക്ക് ആരുമായിട്ടും കൂട്ടുകൂടുന്നതോ ആൾക്കാരുമായിട്ടുള്ള സമ്പർക്കവും നോക്കി ഇഷ്ടമല്ലായിരുന്നു. കാരണം ഒരു ബസ്സിൽ പോലും ഓളെ എനിക്ക് കൊണ്ടുപോകാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. എന്നാലിപ്പോൾ ഓക്കെ എല്ലാവരോടും ഓൾ നല്ല കൂട്ടുകൂടുന്നുണ്ട്. ഇവിടെ കുടുംബശ്രീ രൂപീകരിച്ചു. ആ കുടുംബശ്രീയിലും ഞാനൊരു അംഗമായി. പിന്നെ വിഷമങ്ങളെല്ലാം നമ്മൾ മാസത്തിൽ 2 പ്രാവശ്യം ഇവിടെ കുടുംബശ്രീ കൂടും. അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാ അമ്മമാരും ഒന്നിച്ചു കൂടും. പല കാര്യങ്ങളും ചർച്ച ചെയ്യും. അങ്ങനെയൊക്കെ ആവുമ്പോൾ ശരിക്കും ഒറ്റപ്പെട്ടു പോയി എന്ന് വിചാരിച്ച ഞാൻ ശരിക്കും ഒരു പ്രസന്നവതിയാണ്. കാരണം ഇങ്ങനെ വരുന്നത് കൊണ്ട് എനിക്കിപ്പോൾ ഒരു ടെൻഷനും തോന്നുന്നില്ല. എൻ്റെ മോൾ ഇങ്ങനെ ആയിപ്പോയി എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോൾ പോയി. കാരണം അത്രയ്ക്കും സന്തോഷവതിയാണ് ഞാനിപ്പോൾ. ഞാൻ ആശുപത്രിയിലെ സുഖമില്ലാതെ കിടക്കുന്ന ഒരു അപകടം പറ്റി കിടക്കുന്ന സമയത്ത് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു കുട്ടിയാണ്. 16 വയസ്സുള്ളൊരു അമ്മയും ഒരു കുഞ്ഞും, ആൺകുഞ്ഞും. പിന്നെ അത് തെരുവിലോട്ട് പോയാൽ അവരുടെ അവസ്ഥ എന്താവും എന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് ആ കുഞ്ഞിനെ വെളിയിലോട്ട് വിടാനുള്ള ഒരു വിഷമം കൊണ്ട് തന്നെയാണ്. മോനെ ഞാൻ വളർത്തിക്കോളാം, ആ കുഞ്ഞിനെ തരാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്നത് അത് എൻ്റെ അടുത്ത്. പക്ഷേ ഞാൻ അതിന് വേണ്ട, നീയും കൂടെ പോന്നോ, അവന് പാൽ കൊടുക്കണം, നീ ആഹാരം കഴിക്കണം,
അപ്പം നമ്മുടെ വീട്ടിലെ കഞ്ഞി കുടിക്കാനെങ്കിലും നിനക്ക് പറ്റുമെങ്കിൽ നീയും കൂടെ വാ എന്ന് പറഞ്ഞ് ഞാനും കൂടെ കൂട്ടി അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നു. ഒരു 6-7 മാസം വരെ അത് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് കുടുംബശ്രീ ട്രാവൽസുമായിട്ട് എനിക്കിതിലോട്ട് വരേണ്ടി വന്നു. കുഞ്ഞിൻ്റെ അമ്മയെ ഞാനൊരു ജുവൽ മേക്കിംഗ് ഇതിൽ വിട്ട് അത് പഠിപ്പിച്ചു. അപ്പോൾ സ്വന്തമായിട്ട് അവൾ ആഭരണങ്ങൾ ചെയ്യാൻ തുടങ്ങി. ജുവൽ മേക്കിങ്ങിലൂടെ ആഭരണങ്ങൾ ചെയ്യാൻ തുടങ്ങി. അത് ബിസിനസ്സാക്കി. അപ്പോൾ അവൾക്കൊരു നിത്യ വരുമാനം കയ്യിലെത്തി. അപ്പോഴവൾക്ക് തോന്നി അവളെ കുഞ്ഞിനെ വേറെ മറ്റൊരാൾ വളർത്തുന്നതിനേക്കാളും ഞാൻ വളർത്തിയാൽ എന്താ എന്നൊരു ചോദ്യം അവളുടെ മനസ്സിൽ തോന്നിക്കാണും. അങ്ങനെ ഒരു ദിവസം എന്നോട് ചോദിച്ചു, അമ്മേ ഞാനെന്നാൽ കൊല്ലത്ത് പൊക്കോട്ടെ. ഞാൻ പറഞ്ഞു, ആ മക്കൾ പൊയ്ക്കോ, മോനെയും കൂടെ കൊണ്ടുപോവാണെന്ന് പറഞ്ഞു. എന്നാൽ കൊണ്ടുപോക്കോ, മാസം തോറും എന്നാൽ കഴിയുന്ന ഒരു തുക, അത് എത്രയെന്ന് എനിക്ക് പറയാൻ പറ്റൂല, അത് ഞാൻ അവൾക്ക് അയച്ചു കൊടുക്കും. ആദ്യത്തെ അമ്മ എനിക്ക് കഞ്ഞിയാണ് വിളമ്പി തന്നുകൊണ്ടിരുന്നത് അല്ലേ. രണ്ടാമത്തെ അമ്മ ഇപ്പോൾ കുടുംബശ്രീയാണ്, അതെനിക്ക് ഊണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നു. ഇത് പറയാനുള്ള കാരണം, കുടുംബശ്രീ എന്ന് പറയുന്നത് വനിതകൾക്ക്, അതായത് ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ഏതൊരു വനിതകൾക്കും രക്ഷപ്പെടാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മാർഗമാണ് കുടുംബശ്രീ. ഉണരൂ ഉണരൂ നല്ല വീട്ടുകാരെ, ഉണരൂ ഉണരൂ പൊന്നു നാട്ടുകാരെ, ഉണരൂ ഉണരൂ നല്ല വീട്ടുകാരെ, ഉണരൂ ഉണരൂ പൊന്നു നാട്ടുകാരെ, വീടു വിട്ടിറങ്ങുവിൻ ശിരുപാട്ടുമായി, കൂടുവിട്ട പറവകൾ പോലെ കൂട്ടമായി സഹകരിക്കുവിൻ, വയൽ തിട്ടയിൽ അണിനിര